Dear students, in this video we shall discuss about the articles of association of a company. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഡോക്യുമെൻറ്റുകളാണ്. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഡോക്യുമെൻറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഡോക്യുമെൻറ്റുകളാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. നമ്മൾ മെമ്മോറാണ്ടത്തെക്കുറിച്ച് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഇസ് ദി ഫൗണ്ടേഷൻ ഓഫ് എ കമ്പനി. ആർട്ടിക്കിൾസ് മീൻസ് ബൈലോസ്. ആർട്ടിക്കിൾസ് ബൈലോസ് ആയിട്ടാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾസ്? ഇതിൻ്റെ ഒരു കമ്പനിയുടെ റെഗുലേഷൻസും റൂൾസും ആർട്ടിക്കിൾസിൽ മെൻഷൻ ചെയ്യുന്നത്. സോ ആർട്ടിക്കിൾസ് മീൻസ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. മെമ്മോറാണ്ടം ഫൗണ്ടേഷനാണ്, ആർട്ടിക്കിൾസ് എന്താണ്? ബൈലോസ് ആണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മെന്റ് ഫോർ ദി ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് ദി അഫയേഴ്സ് ഓഫ് എ കമ്പനി. പ്രധാനമായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിലിരിക്കണം. അപ്പം ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആർ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എ കമ്പനി ഫ്രെയിംഡ് ഫോർ ദി പർപ്പസ് ഓഫ് ദി ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ് അഫയേഴ്സ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആർ ദി rules and regulations of a company framed for the purpose of internal management of its affairs. ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിനെ അത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിൻ്റെ ഓപ്പറേഷന് വേണ്ടി ഫ്രെയിം ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇറ്റ് ഡീൽസ് വിത്ത് ദി റൈറ്റ്സ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. ദെൻ ദി ആർട്ടിക്കിൾസ് ആർ ഫ്രെയിം ഫോർ കാരിയിങ് ഔട്ട് ദി എയിംസ് ആൻഡ് ഓബ്ജക്ട്സ് ഓഫ് ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കൊടുത്തിരിക്കുന്ന ഓബ്ജക്ട്സ് അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ആർട്ടിക്കിൾസിൽ കൊടുത്തിരിക്കുന്നത്. ദി 2013 Act defines the articles means the articles of association of a company as originally framed or as altered from time to time or applied in pursuance of any previous company law of this act. എന്താ 2013 ആക്ട് ഡിഫൈൻ ചെയ്തിട്ട് ആർട്ടിക്കിൾസ് മീൻസ് ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ഫോംഡ് അണ്ടർ ദിസ് ആക്ട് ഓർ എനി ഓഫ് ദി പ്രീവിയസ് ആക്ട്സ്. 2013 ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഏതെങ്കിലും ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഫോം ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനായിട്ട് 2013 കമ്പനീസ് ആക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കണ്ടെയ്ൻസ് ദി ഫണ്ടമെന്റൽ കണ്ടീഷൻസ് അപ്പോൺ വിച്ച് ദി കമ്പനി ഈസ് അലൗഡ് ടു ബി ഇൻകോർപ്പറേറ്റഡ്. മെമ്മോറാണ്ടത്തിൽ എന്താ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഫണ്ടമെന്റൽ കണ്ടീഷൻസ് അപ്പോൺ വിച്ച് ദി കമ്പനി ഈസ് അലൗഡ് ടു ബി ഇൻകോർപ്പറേറ്റഡ്. അടിസ്ഥാനപരമായി എന്തൊക്കെ കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്പനിയെ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് ഓബ്ജക്ട്സ് ആയിട്ട് മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ആർട്ടിക്കിൾസ് എന്താ? നെക്സ്റ്റ് ഇൻ ഇമ്പോർട്ടൻസ്. ഇപ്പം മെമ്മോറാണ്ടം കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ്. ദേ ആർ ആസ് സച്ച് സബോർഡിനേറ്റ് ടു ആൻഡ് കൺട്രോൾഡ് ബൈ ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇപ്പം നമ്മൾ ഓർത്തിരിക്കുന്നത് എന്താ? ആർട്ടിക്കിൾസ് ആർ സബോർഡിനേറ്റ് ടു ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ ആർട്ടിക്കിൾസ് എല്ലായ്പ്പോഴും മെമ്മോറാണ്ടത്തിന് കീഴിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇഫ് an alteration is ultravies the articles but intravies the memorandum it can be ratified by the shareholders. നമ്മളൊരു മാറ്റം വരുന്ന ഒരു ഓൾട്രേഷൻ നടത്തുന്നത്, ഒരു ചേഞ്ച് വരുത്തുന്നത്, അത് ബിയോണ്ട് ദി പവേഴ്സ് ഓഫ് ആർട്ടിക്കിൾസ് ആണ്. അൾട്രാവൈസ് ദി ആർട്ടിക്കിൾസ്. ബട്ട് ഇഫ് ദാറ്റ് ഈസ് വിതിൻ ദി പവേഴ്സ് ഓഫ് മെമ്മോറാണ്ടം ഇറ്റ് ക്യാൻ ബി റാറ്റിഫൈഡ്. കാരണം എന്താ? ആർട്ടിക്കിൾസ് ഈസ് ഓൾവേസ് സബോർഡിനേറ്റ് ടു മെമ്മോറാണ്ടം. ദോ ദി ആർട്ടിക്കിൾസ് ആർ സബോർഡിനേറ്റ് ടു ദി മെമ്മോറാണ്ടം ഇഫ് ദർ ഈസ് എനി അംബിഗ്വിറ്റി ഇൻ ദി മെമ്മോറാണ്ടം. അപ്പം മെമ്മോറാണ്ടത്തിൽ ഏതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് അവ്യക്തത ഉണ്ടെങ്കിൽ ആ അവ്യക്തത നീക്കുന്നതിന്, അംബിഗ്വിറ്റി അത് മാറ്റുന്നതിന്, ഇഫ് ദർ ഈസ് എനി അംബിഗ്വിറ്റി ഇൻ ദി മെമ്മോറാണ്ടം ദി ആർട്ടിക്കിൾസ് മേ ബി യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. അവ്യക്തത ഉണ്ടെങ്കിൽ എന്താ?
അത് മാറ്റുന്നതിന് ആർട്ടിക്കിൾസ് ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് എൻട്രഞ്ച്മെൻറ്റ് ഓഫ് ആർട്ടിക്കിൾസ്. എൻട്രഞ്ച്മെൻറ്റ് ഇത് 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. വാട്ട് യു മീൻ ബൈ എൻട്രഞ്ച്മെൻറ്റ് ഓഫ് ആർട്ടിക്കിൾസ്? ഇപ്പോൾ എൻട്രഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഷൻ ഓഫ് എ പ്രൊവിഷൻ which makes certain amendments either more difficult or impossible. ഇപ്പം ചില ഒരു പ്രൊവിഷൻ നമ്മൾ ആർട്ടിക്കിൾസിൽ ഒരു പ്രത്യേക പ്രൊവിഷൻ ഉൾപ്പെടുന്നു. ഇൻക്ലൂഷൻ ഓഫ് ദാറ്റ് പ്രൊവിഷൻ മേക്സ് certain amendments either more difficult or nearly impossible. ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉൾപ്പെടുത്തുന്നതിന് നമ്മൾ എന്നതായി എൻട്രഞ്ച്മെൻറ്റ് ഓഫ് ആർട്ടിക്കിൾസ്. So entrenchment of articles is a new concept introduced by the 2013 Companies Act. 1956 1956 Companies Actൽ എൻട്രഞ്ച്മെൻറ്റിനെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്തിരുന്നില്ല. 2013 കമ്പനീസ് ആക്ടിലാണ് ആദ്യമായിട്ട് എൻട്രഞ്ച്മെൻറ്റ് ഉൾപ്പെടുത്തിയത്. പക്ഷേ 2013 കമ്പനീസ് ആക്ട് എൻട്രഞ്ച്മെൻറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു യൂഷ്വൽ ആയിട്ടുള്ള ഒരു മീനിങ് വെച്ച് നമ്മൾ മീൻ ചെയ്യുന്ന ഇതാണ്. എൻട്രഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്ലൂഷൻ ഓഫ് എ പ്രൊവിഷൻ വിച്ച് മേക്സ് അമെൻമെൻറ്റ്സ് മോർ ഡിഫിക്കൽട്ട് ഓർ നിയർലി ഇമ്പോസിബിൾ. ഇപ്പം ആർട്ടിക്കിൾസിൻ്റെ അകത്ത് ചില അമെൻമെൻറ്റ്സ് നടത്തുന്ന എന്താ? അത് കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സ്ട്രിഞ്ചൻ്റ് ആക്കുകയോ അല്ലെങ്കിൽ നിയർലി ഇമ്പോസിബിൾ ആക്കുകയോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എൻട്രഞ്ച് കൊണ്ട് മീൻ ചെയ്യുന്നത്. So the articles may contain provisions for entrenchment to the effect that specified provisions of the articles may be altered only if conditions or procedures as that are more restrictive than those applicable in case of special resolution are met or complied with. സാധാരണഗതിയിൽ ആർട്ടിക്കിൾസിൽ ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആനുവൽ ജനറൽ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വിളിച്ചുകൂട്ടി അതിലൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. എൻട്രഞ്ച്മെൻറ്റ് ഓഫ് ആർട്ടിക്കിൾസിലൂടെ ചില ചേഞ്ചസ് വരുത്തുന്നത് അതിൻ്റെ കണ്ടീഷൻസ് എന്താണ്? വളരെ സ്ട്രിക്റ്റാക്കി മാറ്റിയിരിക്കുന്നു. സ്പെഷ്യൽ റെസൊല്യൂഷൻ മാത്രം പോരാ, അതിന് കൂടുതൽ സ്ട്രിക്റ്റായ കണ്ടീഷൻസ് ഉൾപ്പെടുത്തുകയാണ്. ഇത് 2018 2 മാർക്കിന് ചോദിച്ചതാണ്. അപ്പോൾ 2018 ആൻസർ കീയിൽ ഇതിൻ്റെ ആൻസർ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ 2018 ആൻസർ കീ റെഫർ ചെയ്യുക. ഇപ്പോൾ എൻട്രഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇത്ര ഓർത്തിരുന്നാൽ ഇറ്റ്സ് എ പ്രൊവിഷൻ വിച്ച് മേക്സ് certain amendments either more difficult or nearly impossible. ആർട്ടിക്കിളിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉൾപ്പെടുത്തുന്നതിനാണ് നമ്മൾ എന്താ പറയുക? എൻട്രഞ്ച്മെൻറ്റ് ഓഫ് ആർട്ടിക്കിൾസ്. 2 മാർക്കിൽ ചോദിക്കാവുന്നതാണ്. ദെൻ where the articles contain provisions for entrenchment. ഇനി ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പ്രൊവിഷൻസ് ഫോർ എൻട്രഞ്ച്മെൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദി കമ്പനി ഷാൽ ഗീവ് നോട്ടീസ് ടു രജിസ്ട്രാർ ഓഫ് സച്ച് പ്രൊവിഷൻസ്. ആ കാര്യം കമ്പനി നോട്ടീസിലൂടെ രജിസ്ട്രാറെ അറിയിച്ചിരിക്കണം. ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ എൻട്രഞ്ച്മെൻറ്റ് പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വിവരം രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ കൃത്യമായി അറിയിച്ചിരിക്കണം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മസ്റ്റ് ബി പ്രിന്റഡ്. നമ്മൾ മെമ്മോറാണ്ടത്തിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓൾസോ മസ്റ്റ് ബി പ്രിന്റഡ്, ഡിവൈഡ് ഇൻടു പാരഗ്രാഫ്സ്, നമ്പേർഡ് കോൺസിക്യൂട്ടീവ്ലി ആൻഡ് സൈൻഡ് ബൈ ഈച്ച് സബ്സ്ക്രൈബർ. അപ്പം മെമ്മോറാണ്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ സബ്സ്ക്രൈബറും ആർട്ടിക്കിൾസിലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഇപ്പം മെമ്മോറാണ്ടത്തിൽ 7 പേരാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ആ 7 പേരും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. മെമ്മോറാണ്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന 7 പേരുടെയും പേരും സിഗ്നേച്ചറും കൃത്യമായിട്ട് ആർട്ടിക്കിൾസിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ദി സിഗ്നേച്ചേഴ്സ് ഓഫ് ദി സബ്സ്ക്രൈബേഴ്സ് ആർ ടു ബി അറ്റസ്റ്റഡ് ബൈ വിറ്റ്നസസ്. നമ്മൾ ആ മെമ്മോറാണ്ടത്തിൽ സബ്സ്ക്രിപ്ഷന് പറയുന്ന അതേ കണ്ടീഷൻസ് തന്നെ ആർട്ടിക്കിൾസിലെ സബ്സ്ക്രിപ്ഷനും ബാധകമാണ്. Then next is application of model articles of association. 1956 ആക്ട് പ്രകാരം ഒരു ടേബിൾ മാത്രമാണ് മെൻഷൻ ചെയ്തിരുന്നത്. 1956 ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ക്യാൻ ഹാവ് ഇറ്റ്സ് ഓൺ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ or it can adopt table A as its articles of association.
1956 ആക്ടിൽ അത്രേ പറഞ്ഞിട്ടുള്ളൂ. 2013 ആക്ടിലേക്ക് വന്നപ്പോഴേക്കും ഓരോ ടൈപ്പിലുള്ള കമ്പനികൾക്കും വ്യത്യസ്തമായ മോഡൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കൊടുത്തിട്ടുണ്ട്. 2013 കമ്പനീസ് ആക്ടിൽ ഓരോ ടൈപ്പിലുള്ള കമ്പനികൾക്കും വ്യത്യസ്തമായ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന പോലെ, മോഡൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന പോലെ മോഡൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷെഡ്യൂൾ 1 ഓഫ് ദി 2013 കമ്പനീസ് ആക്ട്. ദി ആർട്ടിക്കിൾസ് ഓഫ് എ കമ്പനി ഷാൽ ബി in respective forms specified in table F, G, H, I and J. നമ്മളെന്താ ABCDE, അപ്പം ഈ 5 ടേബിൾസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മെമ്മോറാണ്ടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മോഡൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ given in Schedule 1 of the Companies Act 2013 ABCDE, Model Memorandum of Association. Then FGHIJ in Schedule 1 എന്താണ്? മോഡൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. ദെൻ ഷെഡ്യൂൾ 1 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ടേബിൾ F, മോഡൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. ഇതിന് കോൺസിക്യൂട്ടീവ് ആയിട്ട് നമ്മൾ എന്താ ടേബിൾ A, മോഡൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. ദെൻ സെക്കൻഡ് ഈസ് ടേബിൾ G, മോഡൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് ഹാവിംഗ് എ ഷെയർ ക്യാപിറ്റൽ. Table H, Model Articles of Association of a Company Limited by Guarantee and not having a share capital. ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഉള്ളതും ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്തതുമായ കമ്പനികൾ, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ദെൻ നെക്സ്റ്റ് ഈസ് മോഡൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ആൻ അൺലിമിറ്റഡ് കമ്പനി ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ. ഇവിടെ അൺലിമിറ്റഡ് കമ്പനി എന്താ? അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, where the liability of the shareholders or members are unlimited. If such a company is having a share capital, then that company can have adopt, or that can company adopt table I, HI as its model memorandum, model articles of association. Next is table J, model articles of association of an unlimited company and not having share capital. Unlimited liability company not having share capital. അപ്പോൾ ഇതെന്താണ്? ടേബിൾ FGHIJ, ഷെഡ്യൂൾ 1 ഓഫ് ദി 2013 കമ്പനീസ് ആക്ടിൽ കൊടുത്തിരിക്കുന്ന മോഡൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. ദെൻ ടേബിൾ ABCDE, ഈ 5 എന്തായിട്ടാണ്? മോഡൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇൻകോർപ്പറേഷൻ്റെ അടിസ്ഥാനത്തിൽ, രജിസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കമ്പനികളെ ക്ലാസിഫൈ ചെയ്ത് 5 രീതിയിലുള്ള കമ്പനികളുടെയാണ് മോഡൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും മോഡൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും 2013 കമ്പനീസ് ആക്ടിൽ കൊടുത്തിരിക്കുന്നത്. ദി അഡ്വാൻറ്റേജ് ഓഫ് മോഡൽ ആർട്ടിക്കിൾ ഇസ് ദാറ്റ് എ കമ്പനി മേ അഡോപ്റ്റ് ഓൾ ഓർ എനി ഓഫ് ദി റെഗുലേഷൻസ്. ഇപ്പോൾ മോഡൽ ആർട്ടിക്കിൾസിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണ്? ഒരു കമ്പനിക്ക് വേണമെങ്കിൽ എല്ലാ പ്രൊവിഷൻസും, അല്ലെങ്കിൽ ആ കമ്പനിക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാവുന്ന പ്രൊവിഷൻസ് മാത്രമായിട്ടും അഡോപ്റ്റ് ചെയ്യാം. ദി അഡ്വാൻറ്റേജ് ഓഫ് മോഡൽ ആർട്ടിക്കിൾ ഇസ് ദാറ്റ് എ കമ്പനി മേ അഡോപ്റ്റ് ഓൾ ഓർ എനി ഓഫ് ദി റെഗുലേഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദി മോഡൽ ആർട്ടിക്കിൾസ് ആപ്ലിക്കബിൾ ടു സച്ച് കമ്പനി. അപ്പോൾ ആ കമ്പനിക്ക് ആപ്ലിക്കബിൾ ആയിരിക്കുന്ന പ്രൊവിഷൻസ് മാത്രമായിട്ട് വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ എല്ലാ പ്രൊവിഷൻസും അഡോപ്റ്റ് ചെയ്യാം. സോ ഇൻ കേസ് ഓഫ് എനി കമ്പനി വിച്ച് ഈസ് രജിസ്റ്റേർഡ് ആഫ്റ്റർ ദി കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട്, എന്താണ് commencement of this act means in case of any company registered after the commencement of the Companies Act 2013, in so far as the registered articles of such company do not exclude or modify the regulations contained in the model articles of application to such company, those regulations shall so far as applicable be regulations of that company in the same manner and to the extent as if they were contained in duly registered articles of the company. 2013 ശേഷം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികൾ ഏത് തരത്തിലുള്ള കമ്പനികളാണോ ആ കമ്പനികൾ മോഡൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലെ എല്ലാ പ്രൊവിഷൻസും അഡോപ്റ്റ് ചെയ്തിരിക്കണം. ഇത് 2013 ആക്ടിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഇനി നമ്മൾ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഇൻ അതർ വേഴ്സ്
The model article shall be applicable in a manner similar to the manner in which Table A was applicable to public companies limited by shares under the 1956 Act. ഇപ്പം 1956 ആക്ട് പ്രകാരം ടേബിൾ എ എങ്ങനെയാണോ ലിമിറ്റഡ് ബൈ ഷെയർസ് കമ്പനികൾക്ക് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്, അതേ രീതിയിൽ 2013 ആക്ട് പ്രകാരം ടേബിൾ FGHIJ കൃത്യമായിട്ടും ഓരോ രീതിയിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ നേച്ചറിലുള്ള കമ്പനികൾക്ക്, ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന കമ്പനികൾക്ക് ഇതിൻ്റെ പ്രൊവിഷൻസ് എല്ലാം ബാധകമായിരിക്കും. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. Then however, the model article shall not apply to the articles of a company registered under any previous company law unless amended under this act. ഇപ്പോൾ 2013 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികൾക്ക് മാത്രമേ ഷെഡ്യൂൾ 1 ടേബിൾ FGHIJ പറഞ്ഞിരിക്കുന്ന മോഡൽ ആർട്ടിക്കിൾസ് ആപ്ലിക്കബിൾ ആകുന്നുള്ളൂ. മറ്റേതെങ്കിലും നിയമപ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ടേബിൾസിൻ്റെ ഒന്നും അല്ലെങ്കിൽ ഈ മോഡൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ് അത് ബാധകമായിരിക്കുകയില്ല. ദ നെക്സ്റ്റ് ഈസ് കണ്ടൻസ് ഓഫ് ആർട്ടിക്കിൾസ്. പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അപ്പം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രധാനമായിട്ടും എന്താണ്? ഇന്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദി മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഇന്റേണൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ആർട്ടിക്കിൾസ് പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾസ് യൂഷ്വലി കണ്ടെയ്ൻ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഫോളോയിങ് മാറ്റേഴ്സ്. അപ്പം പ്രധാനമായിട്ടും 20-ലധികം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ഷെയർ ക്യാപിറ്റൽ. അത് മെമ്മോറാണ്ടത്തിലും പറയുന്നുണ്ട്. ഷെയർ ക്യാപിറ്റൽ, റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, വേരിയേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, പേയ്മെൻറ്റ് ഓഫ് കമ്മീഷൻ, ലീൻ ഓൺ ഷെയർസ്, right of lien on shares, then calls on shares, transfer of shares, transmission of shares, forfeiture of shares. ഇതെല്ലാം ഷെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഷെയർ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. then conversion of shares into stock, share warrants, alteration of capital. ഇതും മെമ്മോറാണ്ടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹൗ ക്യാപിറ്റൽ ക്യാൻ ബി ഓൾട്ടേഡ്, അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്താം. General meetings and proceedings thereat, voting rights of members, voting and poll proxies. അപ്പം ഇത് മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, ജനറൽ മീറ്റിങ്ങും സ്പെഷ്യൽ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണ്. ഡയറക്ടേഴ്സ്, ദർ അപ്പോയിൻമെന്റ്, റെമ്യൂണറേഷൻ, ക്വാളിഫിക്കേഷൻ, പവേഴ്സ് ആൻഡ് പ്രൊസീഡിങ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇതെല്ലാം കമ്പനിയുടെ ഇന്റേണൽ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദെൻ അപ്പോയിൻമെന്റ് ഓഫ് മാനേജർ, അപ്പോയിൻമെന്റ് ഓഫ് സെക്രട്ടറി, കമ്പനി സെക്രട്ടറീസ്. 2013 ആക്ട് പ്രകാരം കമ്പനി സെക്രട്ടറീസിന് ഒരു പ്രധാന റോളാണ് കമ്പനി അഡ്മിനിസ്ട്രേഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം കമ്പനി സെക്രട്ടറി, അതായത് എക്സാം പാസ്സായിരിക്കുന്ന കമ്പനി സെക്രട്ടറി എക്സാം പാസ്സായിരിക്കുന്ന ആളുകളെ തന്നെ കമ്പനി സെക്രട്ടറിമാരായിട്ട് നിയമിക്കണം. 2013 ആക്ടിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പോയിൻമെന്റ് ഓഫ് മാനേജർ, അപ്പോയിൻമെന്റ് ഓഫ് സെക്രട്ടറി, ദെൻ ഡിവിഡൻസ് ആൻഡ് റിസർവ്സ്. ഇപ്പോൾ കമ്പനിയുടെ rules regarding the dividends, allocation of dividends and reserves, accounts, audits and borrowing powers, capitalization of profits, then winding up. അപ്പം ഒരു കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ വളരെ ക്ലിയർ ആയിട്ട് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇനി ഇൻ അഡീഷൻ ടു ദി എബോവ് പ്രൊവിഷൻസ്, ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന 21 കാര്യങ്ങൾക്ക് പുറമെ, in case of a private company, the following regulations also should be present. നമ്മൾ ആ മുകളിൽ പറഞ്ഞ 21 കാര്യങ്ങൾ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ചുള്ള പ്രൊവിഷൻസ് ആണ്. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിന് പുറമെ ഒരു പ്രൈവറ്റ് കമ്പനിയാണ് എങ്കിൽ, in addition to the above provisions, in case of a private company, the following regulations also should be present. ഇപ്പോൾ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന 21 പ്രൊവിഷൻസിന് പുറമെ താഴെ പറഞ്ഞിരിക്കുന്ന ഒരു 3 പ്രൊവിഷൻസും കൂടി ഉൾപ്പെടുത്തിയിരിക്കണം. അതിൽ റെസ്ട്രിക്ഷൻസ് ഓൺ ദി റൈറ്റ് ടു ട്രാൻസ്ഫർ ഷെയർസ്. പ്രൈവറ്റ് കമ്പനിയിലെ എന്താണ് റൈറ്റ് ടു ട്രാൻസ്ഫർ ഷെയർ റെസ്ട്രിക്റ്റഡ് ആണ്, നോട്ട് ഫ്രീലി ട്രാൻസ്ഫറബിൾ. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിന് ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫർ ആണ്, ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ.
But in case of a private limited company, there is restriction on the right to transfer shares. Then limits the number of its members to 200. അതും ആർട്ടിക്കിളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് കാണും. A private company by its article limits the number of members to 200. Then prohibits any invitation to the public for purchase of shares or debentures of the company. ഇതും കൃത്യമായിട്ടും എന്താണ് ആർട്ടിക്കിൾസിൽ മെൻഷൻ ചെയ്തിരിക്കും. Then alteration of articles. A company may by passing a special resolution. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്താണ് ആർട്ടിക്കിൾസുമായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഓൾട്രേഷൻസിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത് കാലാകാലങ്ങളിൽ മെമ്മോറാണ്ടത്തിനെ സംബന്ധിച്ചുള്ള ഓൾട്രേഷൻസും അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഓൾട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. എ കമ്പനി മേ പാസിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ സോ ഓൾട്ടർ റെഗുലേഷൻസ് കണ്ടെയ്ൻ ഇൻ ആർട്ടിക്കിൾസ് അറ്റ് എനി ടൈം. കമ്പനിക്ക് എന്താ, ഒരു കമ്പനിക്ക് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിലൂടെ ആർട്ടിക്കിൾസിൻ്റെ പ്രൊവിഷൻസ് എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താം. ഇപ്പം കമ്പനിയുടെ എന്താണ്, ഈ കമ്പനിയുടെ റൈറ്റ് ടു ഓൾട്ടർ ദി ആർട്ടിക്കിൾസ്, അതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, നിയമപരമായ യാതൊരു റെസ്ട്രിക്ഷനുമില്ല. കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും മെമ്മോറാണ്ടത്തിൽ ഓൾട്രേഷൻസ് വരുത്താം. അതിന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. അതുപോലെ ആ സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ ഒരു കോപ്പി, എ കോപ്പി ഓഫ് എവറി സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓൾട്ടറിംഗ് ദി ആർട്ടിക്കിൾസ് ഷുഡ് ബി ഫൈൽഡ് വിത്ത് രജിസ്ട്രാർ വിത്തിൻ 30 days ഓഫ് ഇറ്റ് പാസിംഗ്. ഇപ്പോൾ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ 30 ദിവസത്തിനകം ആ റെസൊല്യൂഷൻ്റെ ഒരു കോപ്പി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് ഫയൽ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ടു ഓൾട്രേഷൻസ്. ഇപ്പം നമുക്കെന്താ, ഒരു ആർട്ടിക്കിൾസിൽ ഓൾട്രേഷൻസ് വരുത്തുന്നതിന് ചില ലിമിറ്റേഷൻസ് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ട് 9 ലിമിറ്റേഷൻസ് ആണ്. നമ്പർ 1, മസ്റ്റ് നോട്ട് ബി അഗൈൻസ്റ്റ് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. ഇപ്പം ആർട്ടിക്കിൾസിൽ നടപ്പിലാക്കുന്ന ഓൾട്രേഷൻസ് ഒരിക്കലും 2013 കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസിന് വിരുദ്ധമാകാൻ പാടില്ല. അതാണ് ആദ്യത്തെ ലിമിറ്റേഷൻ. സെക്കൻഡ് വൺ ഈസ് മസ്റ്റ് നോട്ട് ബി ഇൻകൺസിസ്റ്റന്റ് വിത്ത് മെമ്മോറാണ്ടം. എനി ഓൾട്രേഷൻസ് മെയ്ഡ് ഇൻ ദി ആർട്ടിക്കിൾസ് ഷുഡ് നോട്ട് ബി ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദി മെമ്മോറാണ്ടം. അപ്പം മെമ്മോറാണ്ടത്തിന് യോജിച്ച രീതിയിലായിരിക്കണം. വിതിൻ ദി മെമ്മോറാണ്ടം. ഓൾട്രേഷൻ ഷുഡ് നോട്ട് ബി അൾട്രാവേഴ്സ് ദി മെമ്മോറാണ്ടം. ഷുഡ് ബി ഓൾവേസ് വിതിൻ ദി മെമ്മോറാണ്ടം. 3, മസ്റ്റ് നോട്ട് സാങ്ഷൻ എനിത്തിങ് ഇല്ലീഗൽ. എന്തെങ്കിലും നിയമവിരുദ്ധമായി എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി സാങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി ആർട്ടിക്കിൾസിൽ ഒരിക്കലും ഓൾട്രേഷൻസ് വരുത്താൻ പാടില്ല. Then approval of tribunal for conversion of public company into private company. ഒരു പബ്ലിക് കമ്പനിയെ പ്രൈവറ്റ് കമ്പനിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾസിൽ ഓൾട്രേഷൻസ് വരുത്തുന്നതെങ്കിൽ that can be made only with the prior approval of the tribunal. ട്രിബ്യൂണലിൻ്റെ മുൻകൂട്ടിയുള്ള അനുവാദത്തോടുകൂടി മാത്രമേ ഒരു പബ്ലിക് കമ്പനിയെ പ്രൈവറ്റ് കമ്പനിയാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുപോലെ തന്നെ എന്താണ്, the alteration of articles which has the effect of converting a public company into private company shall have no effect unless approved by the tribunal. അപ്പോൾ ട്രൈബ്യൂണലിൻ്റെ അംഗീകാരം ഇല്ലാതെയാണ് ഒരു പബ്ലിക് കമ്പനിയെ പ്രൈവറ്റ് കമ്പനിയാക്കി മാറ്റുന്നതിന് വേണ്ടി ആർട്ടിക്കിൾസിൽ ഒരു ഓൾട്രേഷൻ വരുത്തുന്നെങ്കിൽ അത് ഇഫക്റ്റ്ലെസ് ആയി പോകും, അതിന് ഇഫക്റ്റ് ഉണ്ടാവുകയില്ല. ദെൻ നമ്പർ 5, നോ ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്. ഇപ്പം ആർട്ടിക്കിൾസിലൊരു ചേഞ്ച് വരുത്തി മെമ്പേഴ്സിൻ്റെ എക്സിസ്റ്റിംഗ് ലയബിലിറ്റിയിൽ ഒരു വർധനവ് വരുത്തി കഴിഞ്ഞാൽ, അങ്ങനെ വർധനവ് വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ചേഞ്ച് ആണെങ്കിൽ ആ ചേഞ്ചിനും ലീഗൽ വാലിഡിറ്റി ഉണ്ടാകില്ല. So alterations cannot be made for increasing the liability of members. Then should not cause breach of contract. ഇപ്പം എന്താ, ഒരു കോൺട്രാക്റ്റിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി a company cannot justify a breach of contract by altering its articles. ഇപ്പം കമ്പനി ഏർപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കരാർ ലംഘിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കരാറിൻ്റെ ലംഘനം സാധൂകരിക്കുന്നതിന് വേണ്ടി ആർട്ടിക്കിൾസിൽ ഒരു മാറ്റം വരുത്തിക്കഴിഞ്ഞാൽ ആ ഓൾട്രേഷൻസ് ഇഫക്റ്റ്ലെസ് ആയി പോകും. Thus a company cannot escape from the contract by altering the articles. The number 7, alteration by special resolution only. Alterations can be made in the articles only by passing special resolution. Ordinary resolution പോരാ.
must be for the benefit of the company. Any alteration made in the articles should be for the benefit of the company. കമ്പനിയുടെ ബെനഫിറ്റിന് വേണ്ടി മാത്രമേ ചേഞ്ചസ് വരുത്താൻ പാടുള്ളൂ. The next is retrospective alteration. Alterations can be made or alterations may be so altered as to have retrospective effect. നമുക്കെന്താ മുൻകാല പ്രാബല്യത്തോടെ ഓൾട്രേഷൻസ് വരുത്താൻ സാധിക്കും. ആർട്ടിക്കിൾസിൽ മുൻകാല പ്രാബല്യത്തോടെ 2021 നവംബർ മാസത്തിൽ ഒരു ഓൾട്രേഷൻ വരുത്തുന്നത് വേണമെങ്കിൽ 2021 ജൂൺ മാസം തൊട്ട് ഇഫക്റ്റ് വരുന്ന രീതിയിലാകാം. വിത്ത് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ്, മുൻകാല പ്രാബല്യത്തോടെ. So alterations can be made with retrospective effect in articles. Okay, thank you. We shall conclude the discussions here.